ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഉൽപാദന മത്സരക്ഷമത വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ ലക്ഷ്യമിട്ട് 2026-27 കേന്ദ്ര ബജറ്റ്. ധനക്കമ്മി 4.3% കുറയുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. യുവജന ശാക്തീകരണം, സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ബജറ്റിൽ പ്രത്യേക ഊന്നൽ. അടിസ്ഥാന സൌകര്യ വികസനത്തിന് വലിയ മുൻഗണന. മൂലധന ചെലവിനായി വകയിരുത്തിയത് 12.2 ലക്ഷം കോടി രൂപ. വികസനത്തിന് ആക്കം കൂട്ടാൻ പുതിയ അതിവേഗ റെയിൽപാതകളും ചരക്ക് ഇടനാഴികളും. നാളികേരം, കശുവണ്ടി, കൊക്കോ എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പ്രത്യേക പാക്കേജുകൾ. കേരളം ഉൾപ്പെടെയുള്ള ധാതു സമ്പുഷ്ട സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി അപൂർവ ധാതു ഇടനാഴികൾ. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾക്ക് നവോന്മേഷം പകരുന്ന രൂപരേഖയാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷം. ബജറ്റിൽ കേരളത്തിന് കാര്യമായ പരിഗണനയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തിന്റെ സുസ്ഥിര ഭാവി മുന്നിൽ കണ്ടുള്ള ബജറ്റെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസിന്. വാർത്തകൾ വിശദമായി. യുവശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകി 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നടന്നെടുക്കുകയാണെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. ഉൽപാദന മത്സരക്ഷമത വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ് ബജറ്റ്. സുസ്ഥിര വളർച്ച, സാമ്പത്തിക അച്ചടക്കം, പണപ്പെരുപ്പം നിയന്ത്രിക്കൽ എന്നിവയ്ക്കാണ് സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങളിൽ പ്രാധാന്യം നൽകിയത്. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പിന്തുണയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ധനമന്ത്രി അറിയിച്ചു. സാമ്പത്തിക വളർച്ചയുടെ നേട്ടം കർഷകർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, ദരിദ്ര വിഭാഗങ്ങൾ എന്നിവരിലേക്ക് എത്തിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കാർഷിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ സുപ്രധാന പ്രഖ്യാപനങ്ങളും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളവയാണ് ഇവയിൽ അധികവും. തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന മൂല്യ ശൃംഖല ശക്തിപ്പെടുത്തും. മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകത്വ വികസനത്തിനായി ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം, ആധുനികവൽക്കരണം എന്നിവ നടപ്പിലാക്കും. നിർണായക സാങ്കേതിക മേഖലകളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ദൌത്യങ്ങൾ നടപ്പിലാക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0, ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണ പദ്ധതി, 3 കെമിക്കൽ പാർക്കുകൾ എന്നിവ സ്ഥാപിക്കും. We face an external environment in which trade and multilateralism are impaired and access to resources and supply chains are disrupted. New technologies are transforming production systems while sharply increasing demands on water, energy and critical minerals. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിനായി ബയോഫാർമ ശക്തി എന്ന പേരിൽ 5 വർഷത്തേക്ക് പ്രത്യേക ദൌത്യം നടപ്പാക്കും. 10,000 കോടി രൂപ വിനിയോഗിക്കും. വസ്ത്രമേഖലയ്ക്കായി സംയോജിത പദ്ധതി നടപ്പിലാക്കും. ദേശീയ ഫൈബർ പദ്ധതി, ടെക്സ്റ്റൈൽ വിപുലീകരണം, തൊഴിൽ പദ്ധതി എന്നിവ ഉൾപ്പെടെ 5 ഉപവിഭാഗങ്ങൾ ഇതിൽ ഉണ്ടാകും. ഖാദി, കൈത്തറി, കരകൌശല മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് എന്ന പേരിൽ പുതിയ സംരംഭം ആരംഭിക്കും. കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കാനും ബജറ്റ് പ്രഖ്യാപനമുണ്ട്. ധാതു ഇറക്കുമതി കുറയ്ക്കുകയാണ് ഇതിലൂടെ ധനമന്ത്രി ലക്ഷ്യമിടുന്നത്. ഒരു റിപ്പോർട്ട്. അപൂർവ ധാതു നിക്ഷേപങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള വലിയ ചുവടുവയ്പാണ് അപൂർവ ധാതു ഖനന ഇടനാഴിയുടെ പ്രഖ്യാപനത്തിലൂടെ ധനമന്ത്രി ബജറ്റിലൂടെ ലക്ഷ്യമിട്ടത്. തമിഴ്നാട്, കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിൽ ഇതിനായി പ്രത്യേക ഇടനാഴികൾ സ്ഥാപിക്കും. സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ എല്ലാത്തിലും നിർണായകമായ 17 ഘടകങ്ങളുടെ കൂട്ടമാണ് അപൂർവ ധാതു നിക്ഷേപങ്ങൾ. ആഗോള ഖനി ഉൽപാദനത്തിന്റെ ഏകദേശം 60%, അപൂർവ ഭൗമകാന്ത ഉൽപാദനത്തിന്റെയും ഏകദേശം 90% ചൈനയാണ് വഹിക്കുന്നത്. ഇന്ത്യയിലെ അപൂർവ ധാതുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇക്കാര്യത്തിലുള്ള ആശ്രയത്വം ഇന്ത്യക്ക് കുറയ്ക്കാനുമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയിലെ അനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് മേഖല എന്നിവ വളർന്നുവരുന്ന വ്യവസായങ്ങളാണെന്നും ധനമന്ത്രി പറഞ്ഞു. 15,000 സെക്കൻഡറി സ്കൂളുകളിലും 500 കോളേജുകളിലും AVGC കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയ്ക്കായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. വിദേശ നാണ്യ വിനിമയ നിയന്ത്രണ ചട്ടങ്ങൾ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ സമകാലികമാക്കി മാറ്റുമെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി.
പരിസ്ഥിതി സുസ്ഥിരമായ യാത്രാ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും ശ്രീമതി സീതാരാമൻ അറിയിച്ചു. ഇതിനായി 7 അതിവേഗ റെയിൽ ഇടനാഴികൾ വികസിപ്പിക്കും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിന് ഗുണം ചെയ്യും. ഒരു റിപ്പോർട്ട്. തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന മൂല്യ ശൃംഖല ശക്തിപ്പെടുത്തും. മത്സ്യകർഷക ഉൽപാദക സംഘടനകൾ, സ്റ്റാർട്ടപ്പുകൾ, വനിതാ സംഘങ്ങൾ എന്നിവയിലൂടെ വിപണി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും. കൊക്കോ, കശുവണ്ടി തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള വിളകളെ പ്രോത്സാഹിപ്പിക്കുന്നതും കേരളത്തിന് ഗുണം ചെയ്യും. നാളികേര മേഖലയ്ക്കായി പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കും. പഴയതും ഉൽപാദനക്ഷമമല്ലാത്തതുമായ തെങ്ങുകൾ മാറ്റി മെച്ചപ്പെട്ടവ നട്ടുപിടിപ്പിക്കുന്നതിന് ഉൾപ്പെടെ സഹായം നൽകും. ചന്ദന കൃഷിയും വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണവും ഏകോപിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സംസ്ഥാന സർക്കാരുകളുമായി സഹകരിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2026 ഏപ്രിൽ മുതൽ പുതിയ ആദായ നികുതി നിയമം രാജ്യത്ത് നിലവിൽ വരും. ടാക്സ് നിയമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം നിലവിൽ വരുന്നത്. പുതുതായി നിലവിൽ വരുന്ന നിയമം ആദായ നികുതി ഫയലിംഗ് ആയാസരഹിതമാക്കും. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ലെന്ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. പരോക്ഷ നികുതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. അർബുദ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ക്യാൻസർ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കുറച്ചു. അർബുദ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകളുടെ തീരുവയാണ് കുറച്ചത്. ദിവ്യാംഗരുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികളും ബജറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നു. ദിവ്യാംഗർക്ക് ഉന്നത നിലവാരമുള്ള സഹായ ഉപകരണങ്ങൾ ഇതിലൂടെ ഉറപ്പുവരുത്തും. ബജറ്റിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിന് വലിയ മുൻഗണനയാണ് നൽകുന്നത്. മൂലധന ചെലവിനായി വകയിരുത്തിയത് 12.2 ലക്ഷം കോടി രൂപ. 2026-27 36.5 ലക്ഷം കോടി രൂപയുടെ വായ്പേതര വരുമാനവും 53.5 ലക്ഷം കോടി രൂപയുടെ മൊത്തം ചെലവുകളുമാണ് ബജറ്റിൽ കണക്കാക്കുന്നത്. ധനക്കമ്മി 4.5% കുറയ്ക്കുമെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രൂപരേഖയാണ് 2026-27 കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജന ശാക്തീകരണം, അടിസ്ഥാന സൌകര്യ വികസനം, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയിൽ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നികുതി ആനുകൂല്യങ്ങൾ, സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള മെച്ചപ്പെട്ട പിന്തുണ എന്നിവയും പ്രധാന ആകർഷണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. इस बजट में मेक इन इंडिया और आत्मनिर्भर भारत अभियान को नई रफ्तार के लिए महत्वाकांक्षी रोड मैप प्रस्तुत किया गया है. इस बजट में नई उभरती इंडस्ट्रीज यानी सनराइज सेक्टर्स को जिस मजबूती के साथ समर्थन दिया गया है वह अभूतपूर्व है. രാജ്യത്തിന്റെ സർവ്വതോന്മുഖ വികസനത്തിന് ബജറ്റ് സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. बजट में मैन्युफैक्चरिंग पे बहुत बड़ा फोकस दिया गया है. इलेक्ट्रॉनिक्स मैन्युफैक्चरिंग हो, सेमीकंडक्टर मैन्युफैक्चरिंग हो और आईटी सर्विसेज के लिए बहुत सिग्निफिकेंट सिंप्लीफिकेशन किया गया है. सेफ हार्बर और फास्ट ट्रैक एपीए के प्रोविजंस लाके आने वाले समय में डेटा सेंटर्स बहुत बड़ी एक ताकत बनेंगे देश की. ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയും തിരുത്തൽ വരുത്താൻ വിസമ്മതിക്കുകയും ചെയ്ത ബജറ്റാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഉൽപാദനം കുറയുന്നതും നിക്ഷേപകർ മൂലധനം പിൻവലിക്കുന്നതും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും ബജറ്റ് അവഗണിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബജറ്റിൽ കേരളത്തിന് കാര്യമായ പരിഗണനയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് പ്രതികരണങ്ങളിലേക്ക്. കേന്ദ്ര ബജറ്റ് നിരാശാജനകമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ അധികം കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം തന്നെ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു, എക്കണോമിക്കകത്ത് ഒരു വളർച്ചയില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം 34,20,000 കോടി രൂപയോളാണ്, 34,20,000 കോടിയോളമായിരുന്നു നമ്മുടെ ആകെ റവന്യൂ റെസീറ്റ്സ്. അതിപ്പോ 35 ലക്ഷം രൂപയായുള്ളൂ. ബജറ്റിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള അവഗണന തുടരുന്നതായി വ്യവസായ മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയെ കേന്ദ്ര ബജറ്റിൽ പൂർണ്ണമായും അവഗണിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിന്റെ ധാതു സമ്പത്തുകൾ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുള്ള പദ്ധതിയായേ അപൂർവ ധാതു ഇടനാഴിയെ കണക്കാക്കാൻ സാധിക്കൂ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഏത് സെക്ടറാണ് മോശമായി നിൽക്കുന്നത് ആ സെക്ടറിനെ സഹായിക്കാനാണ് ഒരു ബജറ്റ് നടത്തേണ്ട. ആത്മവിശ്വാസം കൊടുക്കുകയാണ് വേണ്ടത്, അല്ലേ? ആ മേഖല തളരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൈപിടിച്ച് താങ്ങി നിർത്തും.
എന്നുള്ളൊരു സംരക്ഷണമാണ് ഏത് ഗവൺമെന്റും കൊടുക്കേണ്ടത്. അത് ചെയ്യുന്നില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് LDF സർക്കാരാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ കഴിഞ്ഞ 10-11 ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ, ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. ഏവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ബജറ്റിന്റെ അടിസ്ഥാനമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബജറ്റ് അവതരണത്തിന് ശേഷം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയ ബജറ്റിൽ മാനസികാരോഗ്യത്തിന് മുൻതൂക്കം നൽകിയതായും ധനമന്ത്രി വ്യക്തമാക്കി. ആഗോളതലത്തിൽ അസ്ഥിരത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക സ്ഥിരതയും രാജ്യത്തിന്റെ സുസ്ഥിര ഭാവിയും മുന്നിൽ കണ്ടുള്ള ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചതെന്ന് സാമ്പത്തിക വിദഗ്ധനും തിരുവനന്തപുരം IIST അസോസിയേറ്റ് പ്രൊഫസറുമായ ഷൈജുമോൻ CS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് വികസിത ഭാരതിനെ മുൻ കണ്ടുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ്. പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റി, ഫിസ്ക്കൽ ഡിസിപ്ലിൻ, സസ്റ്റെയിൻ ഗ്രോത്തും ഇൻഫ്ലേഷൻ മോഡറേറ്റ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയാണ് പല പദ്ധതികൾ പ്രഖ്യാപിച്ചത്. മൊത്തത്തോടെയുള്ള ധനകാര്യ കമ്മി 4.3% എത്തിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കേന്ദ്ര ബജറ്റ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. പ്രതിരോധ മേഖലയ്ക്കായി 7.85 ലക്ഷം കോടി രൂപയെന്ന റെക്കോർഡ് വിഹിതം അനുവദിച്ചതിന് അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസിന്. 25ാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ നൊവാക് ജോക്കോവിച്ചിനെയാണ് ഫൈനലിൽ അൽക്കാരസ് തോൽപ്പിച്ചത്. സ്കോർ 2-6, 6-2, 6-3, 7-5. അൽക്കാരസിന്റെ ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടമാണ് ഇത്. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 6 മത്സരത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 253 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 49.5 ഓവറിൽ 252 റൺസ് എടുക്കുന്നതിനിടെ പുറത്താവുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉൽപാദന മത്സരക്ഷമത വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ ലക്ഷ്യമിട്ട് 2026-27 കേന്ദ്ര ബജറ്റ്. ധനക്കമ്മി 4.3% കുറയുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. യുവജന ശാക്തീകരണം, സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ബജറ്റിൽ പ്രത്യേക ഊന്നൽ. അടിസ്ഥാന സൌകര്യ വികസനത്തിന് വലിയ മുൻഗണന. മൂലധന ചെലവിനായി വകയിരുത്തിയത് 12.2 ലക്ഷം കോടി രൂപ. വികസനത്തിന് ആക്കം കൂട്ടാൻ പുതിയ അതിവേഗ റെയിൽപാതകളും ചരക്ക് ഇടനാഴികളും. നാളികേരം, കശുവണ്ടി, കൊക്കോ എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പ്രത്യേക പാക്കേജുകൾ. കേരളം ഉൾപ്പെടെയുള്ള ധാതു സമ്പുഷ്ട സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി അപൂർവ ധാതു ഇടനാഴികൾ. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾക്ക് നവോന്മേഷം പകരുന്ന രൂപരേഖയാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ യഥാർത്ഥ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷം. ബജറ്റിൽ കേരളത്തിന് കാര്യമായ പരിഗണനയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തിന്റെ സുസ്ഥിര ഭാവി മുന്നിൽ കണ്ടുള്ള ബജറ്റെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.